കോവിഡ് ഇളവുകളെപ്പറ്റി തീരുമാനിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള അവലോകന യോഗം ഇന്ന് ചേരും. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി ഓൺലൈൻ വഴിയാണ് യോഗത്തിൽ പങ്കെടുക്കുക. വ്യാപാര സ്ഥാപനങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തുറക്കുന്നത് തിരക്കിനിടയാക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ എല്ലാ ദിവസവും കടകൾ തുറക്കുന്നത് പരിഗണനയിലാണ്. ശനിയും ഞായറുമുള്ള ലോക്ഡൌൺ തുടരുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തൽക്കാലം തൽസ്ഥിതി തുടർന്നേക്കും. റെസ്റ്റോറന്റുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുമതി ഉടൻ ഉണ്ടാകില്ല. അതേസമയം അവശ്യ സാധനങ്ങളുടെ കടകളുടെ സമയം രാത്രി 9 വരെ നീട്ടുന്നതും പരിഗണനയിലുണ്ട്. പുതിയ TPRന്റെ അടിസ്ഥാനത്തിൽ 4 മേഖലകളായി തിരിക്കുന്നത് പുനഃക്രമീകരിച്ചേക്കും. VS അനു ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനു, ഏത് രീതിയിലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ അധികൃതർ വിലയിരുത്തുന്നത്? നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകാം എന്ന അനുമാനത്തിൽ തന്നെയാണോ? ദിവ്യ, ഏതായാലും സംസ്ഥാനത്തെ കോവിഡ് നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് അതിന്റെ ഇളവ് വരുത്തുന്ന കാര്യം ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുക്കും. മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം ഡൽഹിയിലാണ്. അദ്ദേഹം ഓൺലൈനായിട്ടായിരിക്കും യോഗത്തിൽ പങ്കെടുക്കുക. ഏറ്റവും പ്രധാനം, നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഈ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ അതുമായി പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. വ്യാപാര വ്യവസായ ഏകോപന സമിതി അടക്കമുള്ളവ നേരിട്ട് തന്നെ പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കടകൾ തുറക്കുമ്പോൾ കടകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് വ്യാപാരികൾ പറയുന്നത്. മാത്രമല്ല, ഈ കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് വ്യാപാരികൾ നീങ്ങുന്നു. കാരണം കച്ചവടം നടക്കുന്നില്ല. അതേസമയം ബാങ്ക് വായ്പകൾ അടക്കമുള്ളവ തിരിച്ചടക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇക്കാര്യത്തിൽ മൊറട്ടോറിയം ഒന്നും ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടുമില്ല. ഇത്തരത്തിൽ കടകൾ തുറക്കണം എന്നുള്ളൊരു ആവശ്യം വ്യാപാരികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. വിദഗ്ധ സമിതിയും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഈ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കടകൾ തുറക്കുന്നത് കൊണ്ടാണ് ഈ തിരക്ക് കടലിൽ കൂടുന്നത്. ഒരുപക്ഷെ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം കട തുറന്നാൽ ഈ തിരക്ക് ഒഴിവാക്കാനാകുമെന്നാണ് വിദഗ്ധ സമിതിയുടെ ഒരു നിർദ്ദേശം. ഒരുപക്ഷെ ഇന്ന് അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. മറ്റൊന്ന്, ഈ TPRന്റെ അടിസ്ഥാനത്തിൽ വരുന്ന നിയന്ത്രണങ്ങളാണ്. ഈ TPR കണക്കാക്കുന്നതിൽ ചില അപ്രായോഗികതകളുണ്ട്. ഈ രോഗികളുടെ എണ്ണമനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയന്ത്രണം വരുത്തണം എന്നുള്ളതാണ് ഈ വിദഗ്ധ സമിതിയുടെ മറ്റൊരു നിർദ്ദേശമായിട്ടുള്ളത്. ഏതായാലും ഒരു 3ാം തരംഗത്തിന്റെ സാധ്യത എല്ലാ ആരോഗ്യ വിദഗ്ധരും പറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ശനി ഞായർ ദിവസങ്ങളിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരും. അതുപോലെ തന്നെ ഹോട്ടലുകളിൽ ഇരുന്ന് ആഹാരം കഴിക്കുന്നതിനുള്ള നിയന്ത്രണം തുടരും. ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ തുടരുമ്പോഴും ചില ഇളവുകളെങ്കിലും, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വ്യാപാര സ്ഥാപനങ്ങൾ അടക്കമുള്ളവയ്ക്കുള്ള ഒരു ഇളവുകൾ ഈ ദിവസം തീരുമാനത്തിലെത്തും. പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്.